സെപ്റ്റംബർ 5-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയ പേയ്മെൻറ്റ് സിസ്റ്റം സെൻട്രൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് അപ്രൂവൽ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. യൂണിയൻ ലേബർ മിനിസ്ട്രി ഇതിന് അപ്രൂവൽ നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 78 ലക്ഷത്തോളം പെൻഷനേഴ്സിന് അവർക്ക് എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം 1995 സ്കീമാണ്. ഈ ഒരു സ്കീം പ്രകാരം ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം വഴി സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ജാനുവരി 1, 2025 കൂടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ യൂണിയൻ ലേബർ മിനിസ്ട്രി ആണ് ഈ ഒരു പെൻഷൻ സിസ്റ്റം അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം ആണ്. അപ്പോൾ ഏകദേശം 78 ലക്ഷത്തോളം പെൻഷനേഴ്സ് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളത്. ഇവർക്ക് എംപ്ലോയീസ് പെൻഷൻ സ്കീം 1995 പ്രകാരമാണ് പെൻഷൻ നൽകുന്നത്. അപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ബാങ്കിൽ നിന്ന് മാത്രമാണ് അവർക്ക് പെൻഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആക്ച്വലി ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന വഴി ഏതൊരു ബാങ്കിൽ കൂടിയും ഇന്ത്യയിൽ നിന്നുള്ള ഏത് ബാങ്കിൽ നിന്നും ഏത് ബ്രാഞ്ചിൽ നിന്നും അവർക്ക് പേയ്മെന്റ് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അതായത് അവരുടെ പെൻഷനേഴ്സിന് അവരുടെ പെൻഷൻ ട്രാൻസ്ഫർ ഓർഡേഴ്സ് ഒന്നും വരേണ്ട ആവശ്യമില്ല. അതായത് ബാങ്ക് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവർ പ്രത്യേകം അപേക്ഷിച്ച് പ്രത്യേകം ഓർഡർ ഒക്കെ ഇറങ്ങണം, എങ്കിൽ മാത്രമേ ബ്രാഞ്ച് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത്തരത്തിലുള്ള ആവശ്യമൊന്നുമില്ല. ഇതായത് പെൻഷനേഴ്സിനെ ഇത് വളരെയധികം ബെനിഫിറ്റ് ചെയ്യും. അവരുടെ താമസ സ്ഥലം മാറിക്കഴിഞ്ഞാലും അവരുടെ ഹോം ടൗണിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് താമസം മാറിക്കഴിഞ്ഞാലും അവർക്ക് അവിടെ നിന്ന് ഈ ഒരു പെൻഷൻ കളക്ട് ചെയ്യാം എന്നാണ് ഈ ഒരു സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്റർനെറ്റ് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ EPFOനെ മോഡർണൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സെൻട്രലൈസ്ഡ് IT എനേബിൾഡ് സിസ്റ്റം സൈറ്റ്സ് 2.01 എന്ന് പറയുന്ന ഈ പ്രൊജക്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ജാനുവരി 1, 2025 ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യൂണിയൻ മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ചും EPFOനെ അല്ലെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനെ മോഡറൈസ് ചെയ്യുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഇത്തരത്തിലുള്ള IT എനേബിൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ എന്താണ് സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം എന്നുള്ളത് ബ്രീഫായിട്ട് മനസ്സിലാക്കുക. അത് സൈറ്റ്സ് 2.01 എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആണെന്ന് കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത, ലേബർ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേബർ ഇൻകത്തെ തൊഴിലാളികളുടെ വേതനത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILOയുടെ സ്റ്റഡി പറയുന്നതായുള്ളത്. വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് സെപ്റ്റംബർ 2024 അപ്ഡേറ്റ് എന്ന് പറയുന്ന അവരുടെ സ്റ്റഡിയിലാണ് ഈ ഒരു ഡാറ്റ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എംപ്ലോയ്മെന്റിനെ ബാധിച്ചു എന്ന് പറയാൻ കാരണം എന്നുള്ളത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് റിപ്പോർട്ട് ചെയ്ത് ലോകത്ത് ഇനീക്വാലിറ്റി വർദ്ധിച്ചു വരുന്നു, നമ്മൾ ഇൻകം ഇനീക്വാലിറ്റി വർദ്ധിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ലേബർ ഇൻകം സ്റ്റാഗ്നന്റ് ആയതാണ്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ വേതനം സ്റ്റക്കായി പോയതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ലോകത്തുള്ള ഭൂരിഭാഗം യുവാക്കളും അൺഎംപ്ലോയിഡ് ആണ്, തൊഴിലില്ലാത്തവരാണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്, അൺട്രെയിൻഡ് ആണെന്നും ILOയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ILOയുടെ വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് സെപ്റ്റംബർ 2024 അപ്ഡേറ്റിലാണ് ഈ ഒരു ഡാറ്റ പറയുന്നത്. ജനീവയിലാണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ഇത്തരത്തിലുള്ള തൊഴിലില്ലായ്മക്ക് കാരണമെന്നാണ് ILOയുടെ റിപ്പോർട്ട് പറയുന്നതായിട്ടുള്ളത്. അതായത് ലേബർ ഇൻകം ഡിക്രീസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിൻ്റെ വരവുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 36 രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് ILO പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റുമൊക്കെ ലേബർ പ്രൊഡക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഔട്ട്പുട്ടിനെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേര് ചെയ്യേണ്ട ജോലി ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അത് അൾട്ടിമേറ്റ്ലി റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് ലേബേഴ്സിലേക്ക് കാരണമായിടണം, അതുവഴി അവരുടെ ഇൻകം കുറയുന്നതിനും കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ILO പറയുന്നത് വെച്ചാൽ ഓട്ടോമേഷൻ ഡ്രിവൺ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഗ്രിഗേറ്റ് ഇഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് അതിൻ്റെ ഭാഗമായിട്ട്
ആൾക്കാരുടെ എണ്ണം കുറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പോളിസി റെസ്പോൺസുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ILOയുടെ കണക്ക് ILO പറയുന്നതായിട്ടുള്ളത്. അതായത് ലേബർ ഇൻകത്തെ കുറെ കൂടി ബെറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നെഗറ്റീവ് ഇഫക്റ്റുകളെ, അതായത് ടെക്നോളജി ആ ബിസിനസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ബട്ട് ലേബർ ഇൻകം കുറയുന്നുണ്ട്. ILO റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ വിഭാഗം ആൾക്കാർക്കും ഒരേപോലെ ലഭ്യമാകുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ സ്ലോ പ്രോഗ്രസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും ILOയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ടാർഗറ്റ് വെച്ചതെങ്കിൽ അതിലേക്കുള്ള അപ്രോച്ച് വളരെ സ്ലോ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ ലേബർ ഇൻകം ഷെയർ എന്ന് വെച്ചാൽ, അതായത് ടോട്ടൽ ഇൻകത്തിൽ ഈ ഒരു വർക്കേഴ്സിന്റെ ഷെയറിനാണ് ഗ്ലോബൽ ലേബർ ഇൻകം ഷെയർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി കുറയുവാണ് ചെയ്തത് 2019 മുതൽ 22 വരെ 0.6% വെച്ച് കുറയുവാണ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതിനുശേഷം 2022 ശേഷം ലേബർ ഇൻകം ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നും ILOയുടെ റിപ്പോർട്ടിലാണ് നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ കൺസേൺസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ലേബർ ഇൻകം ഡിക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന കാര്യം ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പാൻഡമിക്കിന്റെ കാര്യം ഓർത്തു വെക്കണം. അതായത് പാൻഡമിക്കിന്റെ സമയത്ത് തൊഴിൽ പെട്ടെന്ന് കുറയുന്നതിന് വേണ്ടിയിട്ടും തൊഴിൽ വരുമാനം കുറയുന്നതിന് വേണ്ടി കാരണമായിട്ടുണ്ട്. അതായത് 20 മുതൽ 22 വരെയുള്ള വർഷത്തിനിടയിൽ 40% റിഡക്ഷൻ ആണ് ഈ ഒരു വരുമാനത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ILO കുറച്ചുകൂടി സജഷൻ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും പല രാജ്യങ്ങളോടും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്പ് എടുക്കാൻ പറയുന്നുണ്ട് ലേബർ ഇൻകം കുറയുന്നതുമായി ബന്ധപ്പെട്ട്. അതിനു വേണ്ടിയിട്ട് എക്കണോമിക് ബെനിഫിറ്റുകൾ ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പോളിസികൾ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. സംഘടനകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ യൂണിയനുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങളും മിനിമം വേജും ബാർഗെയിൻ ചെയ്തെടുക്കുന്ന കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കണമെന്നും പറയുന്നുണ്ട്. കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ലേബർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കണം. മിനിമം വേജ് തൊഴിൽ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തണം. അതിനാവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും മറ്റുമൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകളിലൂടെ മാത്രമാണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുക, എല്ലാ ആൾക്കാർക്കും ലോകത്തിന്റെ രാജ്യത്തിന്റെ വളർച്ചയുടെ ബെനിഫിറ്റ് ഉണ്ടാക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള എക്കണോമിക് പോളിസീസ് കൊണ്ടുവന്ന് ഈ ഇനീക്വാലിറ്റിയെ അഡ്രസ് ചെയ്യാനുള്ള കൗണ്ടർ ചെയ്യാനുള്ള എഫേർട്ടുകൾ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നും അതിനുവേണ്ടി ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ യൂസ് ചെയ്യണമെന്നും അത് എല്ലാവരുടെയും ബെനിഫിറ്റിന് കാരണമാകണം എന്നുമാണ് ILO പറയുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവൽ, പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ സെക്ടറുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെന്റ് അലോക്കേഷനും സ്റ്റേറ്റ് ഗവൺമെന്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ അലോക്കേഷൻസ് നൽകുന്നുണ്ട്, ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് ബഡ്ജറ്റിലെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. പ്രത്യേകിച്ചും അതിന്റെ ഇമ്പാക്ട് സ്റ്റേറ്റ്സിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഓതേഴ്സ് ഇവിടെ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇങ്ങനെ ഓതേഴ്സ് പറയാൻ കാരണം എന്നുള്ളത് നോക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.